കേരളത്തിന്റെ മണ്ണിൽ കൃപാവര പ്രാപ്തരായ അഭിഷിക്തന്മാരെ മുറിവേൽപ്പിച്ചതിന് മറുപടിയായി കൃപാവരത്തിൽ ജ്വലിക്കപ്പെടുന്ന തലമുറയെ സ്വർഗത്തിലെ ദൈവം ഈ സീസണിൽ പുറത്തെടുക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് കരമണിച്ചു ദൈവത്തിന് ശക്തിയോടെ. ആരൊക്കെ അകത്തളത്തി ശുശ്രൂഷയുടെ ഭയങ്കര നിയോഗമുണ്ട്, പക്ഷെ ഭയമാണ്. സ്വർഗം പറഞ്ഞ് ഞാൻ നിന്റെ മേൽ എന്റെ കൃപയെ പകർന്ന് നിന്നെ ശക്തീകരിച്ച് പട്ടണങ്ങൾക്ക് നിന്നെ അനുഗ്രഹമാക്കി മാറ്റുന്ന അങ്ങയുടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിൽക്കണമെന്ന് ദൈവം നിന്നെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തടുക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഈ രാത്രി നിന്നെ ശക്തിപ്പെടുത്താൻ ക്രിസ്തുയേശുവിന്റെ കൃപ അത് നിന്റെ മേൽ ചലിക്കുകയാണ്. മൂപ്പന്മാരുടെ കൈവപ്പിനാൽ, പൗലോസിന്റെ കൈവപ്പിനാൽ തന്റെ അകത്ത് ജ്വലിക്കപ്പെട്ട കൃപാവരത്തെ ആ മനുഷ്യൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് എനിക്കിത് പറയുമ്പോൾ വ്യക്തമായിട്ടറിയാം. സ്തോത്രമകത്ത് നിയോഗം ഉണ്ടായിട്ടും മിണ്ടാതാക്കിയ, ചലിക്കാൻ പറ്റാതാക്കിയ ചിലരെ കർത്താവ് ഈ സീസണിൽ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ പ്രവചിച്ച് പറയുകയാണ്, ഇത് കൃപാവരത്താൽ കേരള സഭ ശക്തമായി എഴുന്നേൽക്കുന്ന, ഭാരത സഭ കൃപാവരത്തിന്റെ ശക്തിയോടെ എഴുന്നേറ്റ് വരുന്ന സീസണാണ്. ഭൂതങ്ങളെ പുറത്താക്കുന്ന, പ്രവചിച്ച് ജനത്തെ തിരിച്ചു പിടിക്കുന്ന അഭിഷിക്തന്മാർ ഭാരതത്തിന്റെ മണ്ണിൽ എഴുന്നേറ്റ് വരും. അനേകരെ കൈവപ്പിനാൽ നിന്റെ അകത്തിരിക്കുന്ന ആ വരവില്ലേ, അത് ഇന്ന് രാത്രി പുറത്തു വരാൻ പോകുകയാ. നീ കൈവച്ച് രോഗികളെ സൗഖ്യമാക്കുക, നീ ഭൂതങ്ങളുടെ കെട്ടുപൊട്ടിക്കുക, നീ ചില മന്ത്രവാദ കോട്ടകളെ തകർക്കും. തീ കത്തുന്ന ഒരു അഭിഷേകം നിന്റെ അകത്തളത്തിൽ ചലിക്കും. നിനക്ക് പേടിയാണല്ലേ പ്രവചിക്കാൻ, നിനക്കൊരു നല്ല പാട്ട് പാടാൻ പേടിയാണല്ലേ, നിനക്ക് ചില രോഗികളുടെ മേലെ കൈവക്കാൻ ഭയമാണല്ലേ, നീ എന്തിന് ഭയപ്പെടുന്നു? നിന്റെ അകത്ത് ഈ രാത്രി കൃപയുടെ ശക്തി നിന്നെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുകയാ. നിന്റെ ശബ്ദം പുറത്തു വരും, നിന്റെ പ്രവചനം പുറത്തു വരും, നിന്റെ പാട്ട് പുറത്തു വരും. നീ ഒതുങ്ങിയിരിക്കത്തില്ല, നീ മടുത്തിരിക്കത്തില്ല. ആരൊക്കെ മടുപ്പിച്ചാലും നീ ഒരു ചരിത്രത്തിന്റെ ഭാഗമോ.